മാൽപേ തന്റെ ദൌത്യവുമായി വീണ്ടും ആഴങ്ങളിലേക്ക് പോകുന്ന ആ തത്സമയ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് തൊട്ടടുത്തായി ഡ്രഡ്ജറുമുണ്ട്. മാൽപേയുടെ സംഘവും അതല്ലാതെ നേവിയുടെ സംഘം ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. മാൽപേ സ്വന്തം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അത് കുടുംബങ്ങളുടെ നമുക്ക് 3 പേരും മനു ഭരത് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിയപ്പെട്ടവരാണ്, അർജുനെ പോലെ തന്നെ പ്രിയപ്പെട്ടവരാണ്. അവരെ 3 പേരെയും കണ്ടെത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ ഈ ലോറി ഉൾപ്പെടെ ഇത്തരത്തിൽ അർജുനെ കാണാതായതായിരിക്കും അതിന് വലിയ ഒരു വാർത്താ പ്രാധാന്യവും വലിയ ഒരു പ്രാർത്ഥനയുമൊക്കെ ഇപ്പോൾ ആഴങ്ങളിലേക്ക് പോയിരിക്കുന്നു. വീണ്ടും തിരച്ചിൽ ആ ലോറിക്കരികിലേക്ക് വീണ്ടും മാൽപേ പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഇനി 5-10 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ മാൽപേ ഇനി മുകളിലേക്ക് വരൂ. ആ ലോറിക്കരികിലേക്ക് വീണ്ടും പോവുകയാണ്. മാൽപേ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം ടോർച്ച് ഉപയോഗിച്ച് അതിനെ കൃത്യമായി അതിന് ചെളിയും മണ്ണുമൊക്കെ പൂണ്ട നിലയിലാണ് ഉള്ളത്. അതുകൊണ്ട് അത് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി താൻ പോകുമെന്ന് പറഞ്ഞത്. അത് മാത്രമല്ല വീഡിയോ ഇതിന്റെ ദൃശ്യങ്ങൾ എടുക്കാനും അദ്ദേഹം ശ്രമിക്കും. അത്തരത്തിലുള്ള ഉപകരണങ്ങളുമായാണ് അദ്ദേഹം ആഴങ്ങളിലേക്ക് പോയത്. എന്തായാലും ആ കാരിരുമ്പിന്റെ കരുത്തുള്ള മത്സ്യത്തൊഴിലാളിയായ മാൽപേ വീണ്ടും ഇവിടെ ഒരു ദൌത്യം അദ്ദേഹം വിജയത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. കാരണം 2 മാസത്തോളമായി നമ്മൾ തേടുന്നു ആ ലോറി എവിടെ, ലോറിക്കകത്ത് അർജുനുണ്ടോ എന്ന ചോദ്യം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കം മുതലേ ഇവിടെ ഉള്ള ഒരാളെന്ന നിലയിൽ നമ്മളും അത് ഏറെ ആകാംക്ഷയോടെയാണ്, അത് പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് അർജുന്റെ കുടുംബം ആദ്യമായി ഈ സഹോദരി ഇവിടെ എത്തിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഓർക്കണം. അവർ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇതിന്റെ അടുത്തായി തന്നെ അവരുമുണ്ട്. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് അവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് ആ ക്യാബിൻ അകത്ത് അർജുൻ ഉണ്ടാകുമോ എന്നത്. ഏതായാലും ലോറിക്ക് വലിയ തോതിൽ കേടുപാട് സംഭവിച്ചിട്ടില്ല ഇപ്പോൾ കണ്ടെത്തിയ ലോറിക്കെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ചെളിയിൽ പൂണ്ട നിലയിൽ തലകീഴായി ടയർ മാത്രം ഈ കാണുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കൃത്യമായി മാൽപേ നമ്മോട് വ്യക്തമാക്കിയത്. ഈ വാർത്ത ആദ്യം നമ്മളാണ് പുറത്തുവിടുന്നതും. ഇത് അർജുന്റെ വാഹനമാണോ എന്നതിന് ഇപ്പോഴും സ്ഥിരീകരണമില്ല എന്നത് അപ്പോൾ ഓർക്കണം. എന്തായാലും വളരെ നിർണായകമായ ഓരോ മണിക്കൂറുകൾ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. എങ്ങനെയാണോ ആ 2 മാസം മുൻപ് ആ സമയത്ത് ഒക്കെ ഒരു പ്രാർത്ഥനയും ആകാംക്ഷ ഉണ്ടായത് തിരിച്ചു വരികയും അദ്ദേഹം നൽകുകയും ചെയ്യുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കാം. ലോറി തലകീഴായി മറിഞ്ഞ നിലയിലാണ് എന്ന ഒരു പ്രാഥമിക വിവരം വന്നു. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹം അടിയിലേക്ക് പോകുന്നത് ബൈജു അവിടെ നിന്ന് നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ലോറി ഏത് നിലയിലാണ്, എങ്ങനെ ലോറി മുകളിലേക്ക് എത്തിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പദ്ധതിയിടേണ്ടത് ഈ ഈശ്വർ മാൽപേ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. പിന്നീടാണ് അതിനകത്ത് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുക. അദ്ദേഹത്തിന് ദൃശ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ആ ദൃശ്യങ്ങൾ പരിശോധിക്കാം. അതനുസരിച്ച് ഒരു പദ്ധതി, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാം. അങ്ങനെ ഈ ലോറി പുറത്തേക്ക് എടുക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഏറ്റവും നിർണായകമാകുന്നത് മാൽപേ നൽകുന്ന വിവരങ്ങളായിരിക്കും, അല്ലെങ്കിൽ വിവരണങ്ങളായിരിക്കും. എങ്ങനെയാണ് ലോറി അതിൻ്റെ അടിത്തട്ടിൽ ഉള്ളത്, എത്ര ആഴത്തിലുണ്ട്, അത് എങ്ങനെ മുകളിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അത് സംബന്ധിച്ചായിരിക്കും പിന്നെ തീരുമാനം ഉണ്ടാകുക. അപ്പോൾ അദ്ദേഹം അകത്തേക്ക് വീണ്ടും നദിയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. വെള്ളം നല്ല ക്ലിയറായ ഒരു ദൃശ്യമാണ്. ചെളി നേരത്തെ ബൈജു അവിടെ ഉള്ള സമയത്ത് ഭയങ്കര ചളിയായിരുന്നു വെള്ളത്തിൽ. ഇപ്പോഴതൊക്കെ മാറി കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ ഒഴുക്ക് ബൈജു നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു വാട്ടർ ലെവൽ കൂടി താഴേക്ക് പോകും എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു ട്രാക്കായിട്ടുണ്ട്. കരയിൽ നിന്ന് എവിടെയാണ് ലോറി ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അവിടേക്ക് ഒരു കയർ ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു ലൈൻ ഇനി അങ്ങോട്ടേക്ക് പോകാനും വരാനും കുറെ കൂടി കൃത്യതയോടുകൂടി ചെയ്യാനും ഒക്കെ കഴിയും. പക്ഷേ ഇനി ഒരു 10 മിനിറ്റ് കൂടി എടുക്കും അല്ലേ ബൈജു, അദ്ദേഹം താഴെ പോയി മറ്റു വിവരങ്ങൾ ശേഖരിച്ച് പുറത്തേക്ക് വരാൻ? തീർച്ചയായും മനു, ആ സമയത്ത് മാൽപേയുടെ മറ്റൊരു പ്രയത്നം കൂടി നമുക്കിപ്പോൾ പറയാതിരിക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ ആഗസ്റ്റ് 15-നായിരുന്നു അത്. കാർവാറിൽ കാളി നദിക്ക് കുറുകെ ഒരു പാലം ഉണ്ടായിരുന്നു. അത് പൊളിഞ്ഞു വീണ് ഒരു ലോറി പുഴയിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഡ്രൈവർ അത്ഭുതകരമായിരുന്നു രക്ഷപ്പെട്ടത്. ആ ദൌത്യവും മാൽപേ ആയിരുന്നു ഏറ്റെടുത്തത്. അന്ന് രാവിലെ 10 മണിയോടുകൂടി നമ്മളും ആ മാൽപേയുടെ സംഘത്തിനൊപ്പം അവിടെ എത്തിയിരുന്നു. അന്ന് രാവിലെ മുതൽ വൈകിട്ട് 7 മണി വരെ ആ ശ്രമകരമായ ജോലിക്കൊടുവിൽ ആ ലോറി പുറത്തേക്കെടുക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. വെള്ളത്തിനടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ, കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്.